സിപിഎമ്മിന് സുപ്രീം കോടതിയുടെ നോട്ടീസ്. എ.കെ.ജി സെന്റർ സ്ഥിതി ചെയ്യുന്ന ഭൂമിയെ ചൊല്ലിയുള്ള തർക്കത്തെ തുടർന്നാണ് സുപ്രീം കോടതി നോട്ടീസ് നൽകിയത്. ഒരാഴ്ചയ്ക്കുള്ളിൽ മറുപടി നൽകണം എന്ന് സുപ്രീം കോടതി നിർദ്ദേശിച്ചു. എസ് ശ്രീകാന്ത് ചേരുന്നു. ശ്രീകാന്ത്, എന്താണ് കൂടുതൽ വിവരങ്ങൾ? സിപിഐഎമ്മിന്റെ സംസ്ഥാന കമ്മിറ്റി ഓഫീസ് സ്ഥിതി ചെയ്യുന്ന ഭൂമിയുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ നേരത്തെ തന്നെ നിലവിലുണ്ട്. അത് മുൻപും പല തവണ വാർത്തകളിൽ ഇടം പിടിച്ചതുമാണ്. ഇത് ഇപ്പോൾ അതിൽ സുപ്രീം കോടതിയുടെ ഒരു നോട്ടീസ് സിപിഐഎമ്മിന് വന്നിരിക്കുന്നു. കേരളത്തിലെ സിപിഎം ആസ്ഥാനം സ്ഥിതി ചെയ്യുന്ന ഭൂമിയെ ചൊല്ലി ആ തർക്കത്തിന്മേൽ സിപിഐഎമ്മിന് സുപ്രീം കോടതി നോട്ടീസ് അയച്ചിരിക്കുന്നു എന്നുള്ളതാണ് വാർത്ത. 1998 കോടതി സിപിഐഎമ്മിന്റെ എ.കെ.ജി സെന്റർ ഇരിക്കുന്ന ഭൂമി അത് ലേലത്തിലൂടെ വിറ്റതാണ്. കോടതി ലേലത്തിൽ വിറ്റ ഭൂമി വാങ്ങിയവരിൽ നിന്നും 2021 സിപിഎം അത് പൂർണ്ണമായും കരസ്ഥമാക്കി എന്നുള്ളതാണ് പറയുന്നത്. ഒരാഴ്ചയ്ക്കുള്ളിൽ സംഭവവുമായി ബന്ധപ്പെട്ട മറുപടി നൽകണം എന്ന കാര്യം കൂടി സുപ്രീം കോടതി ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. നിയമവിരുദ്ധമായ ഇടപാടുകൾ നടന്നിട്ടുണ്ടോ എന്നതടക്കമാണ് നിലവിൽ ഇപ്പോൾ പരിശോധിക്കപ്പെടുന്നതും. നേരത്തെ തന്നെ ഈ സിപിഐഎമ്മിന്റെ എ.കെ.ജി സെന്ററുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഈ നിലവിലിപ്പോൾ പുതിയ ആസ്ഥാന മന്ദിരത്തിലേക്ക് സിപിഐഎം മാറുകയും ചെയ്തു കഴിഞ്ഞു. എന്തായാലും ഇതിൽ എന്ത് മറുപടിയായിരിക്കും സിപിഎം നൽകാൻ പോവുക എന്നുള്ളതാണ് കാത്തിരുന്ന് കാണേണ്ടത്. ശരി, എസ് ശ്രീകാന്താണ് വിവരങ്ങൾ നൽകിയത്.